ഹലോ ഗീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ടുള്ള പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെയാണ് എന്നും വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കാം. പോർട്രേറ്റിൽ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ആരായിരുന്നാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കോൾ ചെയ്താൽ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും 7 മണിയാകുമ്പോൾ നിങ്ങൾ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിൽ ഒന്നാമതി വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇറങ്ങാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫീമെയിൽ ഡോഗാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. 10 മാസം ഏജ് ആയിട്ടുള്ളതാണ്. എറണാകുളത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ ഒന്നേ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫാൻറ്റെയിൽസാണ്. അമേരിക്കൻ ഫാൻറ്റെയിൽസാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 4 പീസുണ്ട്. നമുക്കത് അടുത്ത ക്ലിപ്പിൽ 2 പീസും കൂടെ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പം പീസ് റേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസായിട്ട് അവർ തരുന്നതായിരിക്കും. ഇപ്പം അവർ റേറ്റ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പീസിനും കൂടെ 2000 രൂപയാണ് ആ റേറ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ 2 പീസ് മാത്രമാണ് കാണുന്നത്. അടുത്ത ക്ലിപ്പിലായിട്ട് നമുക്ക് 2 പീസും കൂടെ കാണാം. 2 പീസിനും കൂടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാവുന്നതാണ്. അല്ലാതെ അവർ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 4 പീസിനും കൂടെ 2000 രൂപയാണ്. എറണാകുളത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 2 അമേരിക്കൻ ഫാൻറ്റെയിലാണ്. 4 പീസിനും കൂടെ 2000 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ആണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 1600 രൂപയാണ് നമുക്കിതിൻ്റെ പെയറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. കോട്ടയത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 റേറ്റ് വരുന്ന 1600 രൂപയാണ് ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസ് ആണ്. നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് 2500 രൂപയാണ് ഈ യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. കോട്ടയത്ത് തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 കോട്ടയം ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത്. 2500 രൂപയാണ് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ പെയർ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് യൂറോ ഫിഞ്ചസ് ആണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 3000 രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരി തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 ഇദ്ദേഹത്തിൻ്റെ കുറച്ചധികം ഫിഞ്ചസ് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ വാങ്ങാനായിട്ട് ശ്രമിക്കാം. 3000 രൂപയാണ് ആ റേറ്റ്. അടുത്തിടെ നമുക്ക് വന്നിട്ടുള്ളത് ജാവയാണ് വന്നിട്ടുള്ളത്. 600 രൂപയാണ് നമുക്ക് പീസ് റേറ്റ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 600 രൂപയാണ് ജാവയുടെ പീസ് റേറ്റ്. അടുത്തിടെ നമുക്ക് വന്നിട്ടുള്ളത് കോക്ടെയിൽസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. കോക്ടെയിൽസിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത് 3000 രൂപയാണ് ആ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട സുഹൃത്തിൻ്റെ തന്നെയാണ്. കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ 4 കോഡ് നമ്പർ വരുന്നത്. 3000 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മുതിനയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മുതിനയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 700 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 700 രൂപയാണ് പെയറിൻ്റെ റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ബർപ്പനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 1000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴ തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 1000 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്.
അടുത്തിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത്. പീസ് റേറ്റ് ആയിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. 3 മാസം ഏജ് ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. മലപ്പുറത്താണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 6 റേറ്റ് വരുന്നത് 100 രൂപയാണ് പീസ് റേറ്റ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതേപോലുള്ള വീഡിയോ ഡെയിലി വൈകിട്ട് 7 മണിക്ക് വരുന്നുണ്ട്, ഡെയിലി ഉണ്ടാട്ടോ, അതുകൊണ്ടാണ്. അടുത്തിടെ നമുക്ക് വന്നിട്ടുള്ളത് പറവയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 300 രൂപയാണ് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് മാത്രം വരുന്നത്. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ വരുന്നത്, കോഡ് നമ്പർ 7 300 രൂപയാണ് റേറ്റ്, പീസ് റേറ്റ് ആണ് കേട്ടോ. അടുത്തിട്ട് നമുക്ക് വന്നിട്ടുള്ളതും കുറേയധികം പറവപ്രാവുകളാണ് നമുക്ക് അടുത്ത ക്ലിപ്പായിട്ട് നമുക്ക് ഒരുപാട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പേരിൻ്റെ റേറ്റ് വരുന്നത് പറവയുടെ 700 രൂപയാണ് റേറ്റ് വരുന്നത്. നന്നായിട്ട് പറക്കുന്ന പറവപ്രാവുകളാണ് പറഞ്ഞിട്ടുള്ളത്. മലപ്പുറത്ത് പൊന്നാനിയാണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 8 കേട്ടോ. 700 രൂപയാണ് പേരിൻ്റെ റേറ്റ്. ഇത് മാത്രമല്ല അടുത്തടുത്ത ക്ലിപ്പായിട്ട് നമുക്ക് ഒരുപാട് കാണാവുന്നതാണ്. അപ്പോൾ ഏത് പെറ്റ്സോ ബേഡ്സോ എടുത്താലും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നേരിട്ട് കണ്ട് മാത്രം എടുക്കാനായിട്ട് കൂടെ ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ബ്രീഡേഴ്സിൻ്റെ നമ്പരെല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോർന്നയിൽ ക്ലിക്ക് ചെയ്താൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസൊക്കെ കാണുന്നുള്ള ആളാണെങ്കിൽ ഈ പ്രാവുകളും പെറ്റ്സും എല്ലാം സെയിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം പണ്ട് 2-3 വർഷം മുമ്പൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഇതിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതേപോലെയുള്ള പ്രാവുകൾ ഇനി ഉണ്ടോ, ഇതേ സെയിം പ്രാവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് പ്രാവുകളോ പെറ്റ്സോ ബേഡ്സോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും കൂടെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ തുടർന്ന് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോസൊക്കെ അയക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ വേണം അയക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ആർക്കും അയച്ചു കൊടുക്കാത്ത ലേറ്റസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്ത് അയക്കുക. ഇപ്പം ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇടുന്ന കുറേ ചാനലുകളുണ്ട്. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്ത വീഡിയോസ് എനിക്കും കൂടെ അയച്ചു തന്നാൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. ഒരു വീഡിയോ യൂട്യൂബിൽ ഒന്നേ പാടുള്ളൂ. അങ്ങനെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ഫ്രഷ് വീഡിയോ എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.